നമസ്കാരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 2 മാസം മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും സംസ്ഥാനത്ത് ആധിപത്യം തുടരുന്നുണ്ടെങ്കിലും BJP തങ്ങളുടെ വോട്ട് വിഹിതത്തിലും സീറ്റുകളിലും നേരിയ മുന്നേറ്റം നടത്തുന്നത് തൃണമൂൽ ക്യാമ്പുകളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബംഗാളിലെ വോട്ടർമാരുടെ മനസ്സെങ്ങോട്ടാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. ആകെയുള്ള 42 ലോക്സഭാ സീറ്റുകളിൽ 28 എണ്ണത്തിൽ തൃണമൂൽ വിജയിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. 2024 ഇത് 29 ആയിരുന്നു. BJP ആകട്ടെ 12 നിന്ന് 14 സീറ്റുകളിലേക്ക് ഉയരുമെന്നാണ് പ്രവചനം. BJP നയിക്കുന്ന ഇന്ത്യയുടെ വോട്ട് വിഹിതം 39% നിന്ന് 42% ഉയരുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. ഇത് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ 42 സീറ്റുകളിൽ 29 എണ്ണത്തിലും വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് 2019 പ്രകടനം മെച്ചപ്പെടുത്തിയിരുന്നു. അതേസമയം BJP 12 സീറ്റുകളുമായി 2ാം സ്ഥാനത്തായിരുന്നു. 2025 ഓഗസ്റ്റിലെ സർവേയിൽ BJPക്ക് 11 സീറ്റുകൾ മാത്രമാണ് പ്രവചിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണക്കുകൾ അവർക്ക് മുന്നേറ്റമാണ്. നേരെ മറിച്ച് ഓഗസ്റ്റിലെ സർവേ തൃണമൂലിന് 31 സീറ്റുകൾ പ്രവചിച്ചിരുന്നെങ്കിൽ പുതിയ കണക്കുകൾ പ്രകാരം അത് 28ആയി കുറഞ്ഞു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 2 മാസം മാത്രം ബാക്കി നിൽക്കെ പുറത്തു വന്ന ഈ സർവേ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സംസ്ഥാനത്തെ വോട്ടർമാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയുടെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സർവേ പ്രകാരം BJP നയിക്കുന്ന NDAയുടെ വോട്ട് വിഹിതത്തിൽ 3% വർധനവ് പ്രതീക്ഷിക്കുന്നു. അതായത് 39% നിന്ന് 42%. സർവേ ഫലങ്ങൾ അന്തിമ വിധിയെഴുത്തല്ലെങ്കിലും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ കാര്യമായി തളർത്താൻ BJPക്ക് സാധിക്കില്ലെന്നും പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി അവിടെ മാറ്റമില്ലാതെ തുടരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 8 ആഴ്ചകളിലായി രാജ്യവ്യാപകമായി 1.25 ലക്ഷത്തിലധികം ആളുകളിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. BJP നയിക്കുന്ന NDA ദേശീയതലത്തിൽ 350ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുമ്പോഴും പശ്ചിമ ബംഗാൾ കൂടുതൽ ധ്രുവീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് സി വോട്ടർ സ്ഥാപകൻ യശ്വന്ത് ദേശ്മുഖ് പറഞ്ഞു. മുൻകാലങ്ങളിൽ 2024 ഓഗസ്റ്റിലെ MOTN സർവേ തൃണമൂലിന് 32 സീറ്റും BJPക്ക് 8 സീറ്റും കോൺഗ്രസിന് 2 സീറ്റും പ്രവചിച്ചിരുന്നു. 2024 ഫെബ്രുവരിയിലെ സർവേ ആകട്ടെ തൃണമൂൽ 22 സീറ്റും BJP 19 സീറ്റും നേടുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതും ദ്വിതല സ്വഭാവമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സി വോട്ടർ സ്ഥാപകൻ യശ്വന്ത് ദേശ്മുഖ് വിലയിരുത്തുന്നു. ലക്ഷ്മി ഭണ്ഡാർ പോലുള്ള ക്ഷേമ പദ്ധതികളും മമതയുടെ വ്യക്തിപ്രഭാവവും തൃണമൂലിനെ ഇപ്പോഴും സുരക്ഷിത സ്ഥാനത്ത് നിർത്തുന്നു. സന്ദേശകാലി സംഭവം, ആർജികർ മെഡിക്കൽ കോളേജ് വിഷയം ഉയർത്തിക്കാട്ടി ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. സർവേ ഫലങ്ങൾ പ്രകാരം ഇടത് കോൺഗ്രസ് സഖ്യത്തിന് കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടാണ് ബംഗാളിലെ BJP പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അഴിമതിയും നുഴഞ്ഞുകയറ്റ വിഷയങ്ങളും സജീവ ചർച്ചയാക്കി മാറ്റാനാണ് BJPയുടെ നീക്കം. എന്നാൽ മമതയെ നേരിടാൻ തക്ക കരുത്തുള്ള ഒരു പ്രാദേശിക മുഖം ഇപ്പോഴും BJPയിൽ ഇല്ല എന്നത് അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. അതേസമയം രാജ്യത്തിൻ്റെ മനസ്സ് ഇപ്പോഴും നരേന്ദ്രമോദിക്കൊപ്പമെന്നും ഇതേ സർവേ തന്നെ പ്രവചിക്കുന്നുണ്ട്. BJP നയിക്കുന്ന NDA സഖ്യം വലിയ മുന്നേറ്റം തുടരുമെന്നാണ് ഈ സർവേയിൽ പ്രവചിക്കുന്നത്. ഈ വർഷം ജനുവരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDA 352 സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുമെന്നും ഇതേ സർവേയിൽ പറയുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, അസം, പുതുച്ചേരി എന്നീ 5 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ വർഷം തന്നെ BJP നയിക്കുന്ന NDAക്ക് ഈ കണക്കുകൾ വലിയ ആത്മവിശ്വാസവും നൽകുന്നതാണ്.